എല്ലാ കൂട്ടുകാർക്കും P2 ഇംഗ്ലീഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രാമയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് മുടന്തനായ രാജാവ് എന്ന കഥയാണ്. ദ കിങ് ഹൂ ലിംബഡ്. മുടന്തനായ രാജാവ്. പുതിയൊരു രാജാവ് എഴുന്നള്ളുകയാണ്. പക്ഷേ ആ രാജാവിനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം കിരീടം ചൂടിയിട്ടില്ല. അദ്ദേഹം എഴുന്നള്ളുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ വരവേൽക്കാൻ അവിടെ നിൽക്കുന്നുണ്ട്. ഈ രാജാവ് ഒരു കാര്യം തീരുമാനിച്ചു. ഇവിടെ ആരാണ് സത്യസന്ധർ, ആരാണ് സ്തുതിപാഠകർ എന്ന് മനസ്സിലാക്കണം. അതിന് അദ്ദേഹം മുടന്തനായി അഭിനയിച്ചു. അദ്ദേഹം മുടന്തനായി അഭിനയിച്ചപ്പോൾ കൊട്ടാരത്തിലെ പരിചാരകന്മാരിൽ പലരും മുടന്തന്മാരായി അഭിനയിക്കാൻ തുടങ്ങി. രാജാവിന് മനസ്സിലായി ആരാണ് ഫ്രോഡ്, ആരാണ് രാജാവിനെ അന്ധമായി പിന്തുണച്ച് രാജാവിൻ്റെ സ്തുതി പാഠനം നടത്തി കാര്യങ്ങൾ നേടിയെടുക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നീടാണ് അവിടെ ഒരു പ്രശ്നം ഉദിക്കുന്നത്. രണ്ട് അയൽവാസികൾ തമ്മിൽ നായയുടെ പേരിൽ ഒരു പ്രശ്നം നടക്കുകയാണ്. ഒരയൽവാസി പറഞ്ഞു ഈ ഡോഗ് എൻ്റേതാണ്, മറ്റൊരു അയൽവാസി പറഞ്ഞു ഇതെൻ്റേതാണ്. രാജാവ് പറഞ്ഞു ഞാൻ ഈ നായയെ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു കഷ്ണം നിങ്ങൾക്ക് തരാം, മറ്റൊരു കഷ്ണം മറ്റൊരാൾക്കും തരാം. അപ്പോൾ യഥാർത്ഥ ഓണർ പറഞ്ഞു നിങ്ങൾ അതിനെ കൊല്ലേണ്ട, എനിക്ക് വേണ്ട, മറ്റാൾ കൊടുത്തോളൂ, അതിനെ ജീവൻ ബാക്കിയാവട്ടെ. രാജാവിന് യഥാർത്ഥ ഓണർ ആരാണെന്ന് മനസ്സിലായി, ആരാണ് ഫ്രോഡ് എന്ന് മനസ്സിലായി. നമുക്ക് ഡ്രാമയിലേക്ക് കടക്കാം. അറൈവൽ ഓഫ് ദ ന്യൂ കിങ്. പുതിയ രാജാവിൻ്റെ എഴുന്നള്ളത്ത്. എ ന്യൂ കിങ്, ഒരു പുതിയ ഡിസേബിൾഡ് കിങ്, ഭിന്നശേഷിക്കാരനായ രാജാവ് അറൈവ്സ്, അദ്ദേഹം എഴുന്നള്ളുകയാണ് അറ്റ് പാലസ്, കൊട്ടാരത്തിലേക്ക്. ഹി വോക്സ്, അയാൾ നടക്കുന്നത് വിത്ത് ലിംബ്, മുടന്തിക്കൊണ്ടാണ് നടക്കുന്നത്. ടെസ്റ്റിംഗ് ദ കോർട്ടിയേഴ്സ്, അയാൾ യഥാർത്ഥത്തിൽ രാജകൊട്ടാരത്തിലെ പരിചാരകന്മാരെ ടെസ്റ്റ് ചെയ്യാണ്. ദ കിങ് ഒബ്സർവ്സ് ദ റിയാക്ഷൻസ്, രാജാവ് ഒബ്സർവ് ചെയ്യാണ്, നിരീക്ഷിക്കുകയാണ്. ദ റിയാക്ഷൻസ് ഓഫ് ദ കോർട്ട്, തൻ്റെ രാജകൊട്ടാരത്തിൻ്റെ പ്രതികരണം. പർട്ടിക്കുലർലി ദ PM, ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ സ്വഭാവം എന്താണ്, ചാൻസലറുടെ സ്വഭാവം എന്താണ്, അവിടുത്തെ സെക്കൻഡ് ലേഡിയുടെ സ്വഭാവം എന്താണ്, ഇതൊക്കെ രാജാവ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ നടക്കുന്നത്. ഇനി രാജാവ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്ന ആളുകൾ അവർ സ്തുതിപാഠകരാണ്. അവർ നല്ല സ്വഭാവമുള്ളവരല്ല. രാജാവിനെ പുകഴ്ത്തി കാര്യം സാധിക്കാൻ ഇരിക്കുന്നവരാണ് അവർ. ടു ഗെയിൻ ഇമിറ്റേഷൻ ആസ് ഫ്ലാറ്ററി, അന്ധമായ അനുകരണം മുഖസ്തുതിക്ക് തുല്യമാണ്. ടു ഗെയിൻ ഫേവർ, രാജാവിൻ്റെ ഇഷ്ടം നേടാൻ. ദ ഒഫീഷ്യൽസ്, ഉദ്യോഗസ്ഥന്മാർ. മിമിക് ദി കിങ്സ് ലിം, രാജാവിൻ്റെ മുടന്തുപോലെ മുടന്തി നടന്നു. അഡോപ്റ്റ് ഹിസ് ബിഹേവിയർ, അയാളുടെ അതേ സ്വഭാവം സ്വീകരിച്ചു. സച്ച് ആസ് വിയറിങ് ദ സെയിം സ്ട്രോ ഹാറ്റ്, ഒരേ സ്ട്രോ ഹാറ്റ് ഇങ്ങനെ ധരിച്ച് നടക്കുക. രാജാവ് സ്ട്രോ ഹാറ്റ് ധരിച്ചപ്പോൾ, ഒരു തൊപ്പി ധരിച്ചപ്പോൾ, വൈക്കോൽ കൊണ്ടുള്ള ഒരു തൊപ്പി ധരിച്ചപ്പോൾ അവിടുത്തെ പരിചാരകന്മാരും അതന്നെ ധരിച്ചു. ഇനി അവിടെ ഉണ്ടാവുകയാണ് ഒരു നായയുടെ പ്രശ്നം ഉണ്ടാവുകയാണ്. ദ ഡോഗ് ഡിസ്പ്യൂട്ട്. എ ഡിസ്പ്യൂട്ട്, ഒരു തർക്കം. ഓവർ എ ഡോഗ്, ഒരു നായയെ ചൊല്ലിയുള്ള തർക്കം. അറൈസസ്, അവിടെ ഉത്ഭവിച്ചു വരുന്നു. ആൻഡ് ദ കിങ് പ്രൊപ്പോസസ്, രാജാവ് നിർദ്ദേശിക്കുന്നു. എ ബ്രൂട്ടൽ സൊല്യൂഷൻ, ഒരു ക്രൂരമായ പരിഹാരം. എന്താണ് രാജാവ് പറഞ്ഞ പരിഹാരം? കട്ടിങ് ദ ഡോഗ്, നായയെ കീറിമുറിക്കുക. ഇൻ ടു, രണ്ടായി പകുക്കുക. വിച്ച് സൈക്കോഫാൻസ് റെഡിലി അഗ്രീഡ് ടു, രാജാവ് പറയുന്നതൊക്കെ ശരിയാണെന്നുള്ള മുഖസ്തുതിക്കാർ എല്ലാവരും അംഗീകരിച്ചു. ഓ നല്ല ഡിസിഷനാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ബുദ്ധിമാനായ രാജാവിന് മനസ്സിലാവുകയാണ് അങ്ങനെ. ദ ഹോണസ്റ്റ് നെയ്ബർ, യഥാർത്ഥ സത്യസന്ധനായ അയൽവാസി. ദ സെക്കൻഡ് നെയ്ബർ, രണ്ടാമത്തെ അയൽവാസി. ഹൂ ട്രൂലി ലവ്സ് ദ ഡോഗ്, അയാളാണ് യഥാർത്ഥത്തിൽ ഈ ഡോഗിനെ ലവ് ചെയ്യുന്നത്, ഇഷ്ടപ്പെടുന്നത്. ഒബ്ജക്ട്സ്, അയാൾ എതിർക്കുന്നു. അപ്പോൾ രാജാവിന് മനസ്സിലാവണമെന്ത്? ഇറ്റ് ഈസ് റിവീൽഡ്, അവിടെ വെളിപ്പെടുന്നു.
ദ സെക്കൻഡ് നൈബർ ഈസ് റിയൽ ഓണർ. ഈ സെക്കൻഡ് നൈബറാണ് യഥാർത്ഥത്തിൽ ഈ ഡോഗിൻ്റെ ഓണർ എന്ന് മനസ്സിലാവാണ്. ഒരു യഥാർത്ഥ ഉടമസ്ഥന് ഒരിക്കലും തൻ്റെ വളർത്തുനായ കൊല്ലപ്പെടുന്നത് ഇഷ്ടപ്പെടില്ല. ഇനി നോക്കൂ, അങ്ങനെ രാജാവിൻ്റെ ആ ഫസ്റ്റ് ദിവസം തന്നെ രാജാവിനെ ആരാണ് ഇവിടെ ജെനുവിൻ, ആരാണ് അഭിനയിക്കുന്നത്, ആരാണ് കപടന്മാർ? ഒരു നേതാവിന് വേണ്ട ഏറ്റവും നല്ല ഗുണം അതാണ്. തൻ്റെ സ്തുതിപാഠകരാരാണ്, ആരാണ് തങ്ങളെ പാഠനം നടത്തി വഴിതെറ്റിക്കുന്നത്? ഏത് നേതാവും ബുദ്ധിമാനാണെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ആധുനിക യുഗത്തിൽ മതനേതാക്കന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ, സാംസ്കാരിക നേതാക്കന്മാർ, അവർക്ക് ചുറ്റും ചില സൈക്കോ ഫാൻസ് ഉണ്ട്, ചില സ്തുതിപാഠകർ. അവർ ആകാശത്തോളം ഈ നേതാക്കന്മാരെ ഉയർത്തി പിന്നീട് അവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കാതെ പോകുന്നു. ഈ ഒരു കഥയാണ് അല്ലെങ്കിൽ ഈ ഒരു ആശയമാണ് ഈ കഥയിൽ പറയുന്നത്. ലാസ്റ്റ് രാജാവ് ഒന്നാമത്തെ ദിവസം തന്നെ ഇതിൻ്റെ കോൺസിക്വൻസസ്, ഈ സ്തുതിപാഠകർക്ക് രാജാവ് കൊടുത്ത പ്രത്യാഘാതം എന്താണെന്നാണ്. ദ ഫ്ലാറ്ററേഴ്സ്, സ്തുതിപാഠകർ, ആർ ഡിസ്മിസ്ഡ്. അവരെയൊക്കെ എന്നേക്കുമായി പുറത്താക്കി, ഡിസ്മിസ് ചെയ്തു. എല്ലാവരും ഡിസ്മിസ് ചെയ്തു, പുറത്താക്കി അവിടുന്ന്. പിന്നെയോ ദ ഹോണസ്റ്റ് നൈബർ ഈസ് റിവാർഡഡ്. അവിടെ സത്യസന്ധമായി പെരുമാറിയ ആളുകളുണ്ട്, അവർക്കൊക്കെ രാജാവ് പ്രതിഫലം കൊടുത്തു. അപ്പോൾ ആധുനിക ജീവിത വ്യവസ്ഥയിൽ ഇന്നൊക്കെ തന്നെ ഈ ഫ്ലാറ്റേഴ്സ് അല്ലെങ്കിൽ PR വർക്കുകൾ ഉള്ള ഈ കാലത്ത് സ്വന്തം സ്തുതി പാടാൻ ആളുകളെ കൂലിയെഴുത്തുകാരെ ഏർപ്പാടാക്കുന്ന ഈ ലോകത്ത് സ്വന്തം വീഡിയോസ് പ്രചരിപ്പിക്കാൻ പണം കൊടുത്ത ആളുകളെ നിശ്ചയിക്കുന്ന ഈ കാലത്ത് ഈ കഥ വളരെ മനോഹരമാണ്. അപ്പോൾ ഈ കഥ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രിലിമിനറി സെക്കൻഡ് ഇയറിൽ 2 ഡ്രാമകളെ പഠിക്കുള്ളൂ. ഒരു ഡ്രാമ നമ്മൾ പഠിച്ചു, രണ്ടാമത്തെ ഡ്രാമയാണിത്. അപ്പോൾ ഈ 2 ഡ്രാമയിൽ നിന്ന് 1 അല്ലെങ്കിൽ 2 പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ഡ്രാമ പഠിച്ചാൽ തന്നെ നമുക്കൊരു പക്ഷേ ജയിക്കാനുള്ള മാർക്ക് നമുക്കിതൊന്ന് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്യുന്നൊരു പാരഗ്രാഫാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠത്ത് നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഈ ഹെഡിങ്ങുകളൊക്കെ ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ട് നമുക്ക് ഇത് എഴുതി വെക്കാൻ കഴിയും. ഇതിൻ്റെ പേജ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഇതൊന്ന് ഷോർട്ട് എടുക്കുക. ഞാൻ ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് കാണിച്ചു തരാം. ഓരോ ഭാഗങ്ങളും നിങ്ങളിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ പിന്നീട് നിങ്ങൾക്കത് ക്ലിയറാക്കി കിട്ടും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. പരീക്ഷ നമുക്ക് 2 ഡ്രാമയിലേ ഉള്ളൂ. ഒരു ഡ്രാമ പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല മാർക്കോട് കൂടി അത് പാസ്സാവാൻ കഴിയും ഇൻഷാ അല്ലാഹ്.